കത്തോലിക്ക സഭയിലെ ഏറെ ജനപ്രീതിയുള്ളതും അതീവ മാധ്യസ്ഥ ശക്തിയുള്ളതുമായ പുണ്യാളനാണ് പാദുവയിലെ വിശുദ്ധ അന്തോണിയോസ്. കാണാതായവ കണ്ടെത്തുന്നതിൽ വിശേഷ കഴിവുള്ള ഈ ഫ്രാൻസിസ്കൻ സഭാ വൈദികൻ പ്രഗത്ഭനായ ഒരു പ്രഭാഷകനും ഉപദേഷ്ടാവുമായിരുന്നു. ഉണ്ണിയേശുവിനെ കയ്യിലേന്തിയവനായോ ലില്ലിപ്പൂവ് അല്ലെങ്കിൽ വിശുദ്ധ ഗ്രന്ഥം പിടിച്ചിരിക്കുന്നവനായോ അതുമല്ലെങ്കിൽ ഇവ മൂന്നും വഹിച്ചിരിക്കുന്നവനായോ ആണ് ഈ വിശുദ്ധനെ സാധാരണ ചിത്രീകരിച്ചിരിക്കുക. പോർച്ചുഗലിലെ ലിസ്ബൺ നഗരത്തിൽ മാർട്ടിൻ തെരേസ ദമ്പതികളുടെ മകനായി 1195 ഓഗസ്റ്റ് 15 കുഞ്ഞു ഫെർണാണ്ടോ ജനിച്ചു. ക്രിസ്തുമതാധിഷ്ഠിതവും നിർമ്മലവും ത്യാഗോജ്വലവുമായി ജീവിച്ച ഈ ഫ്രാൻസിസ്കൻ പുരോഹിതൻ ജീവിച്ചിരുന്നപ്പോൾ ചെയ്ത 52 അത്ഭുതങ്ങളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം മരിച്ചിട്ട് 1 വർഷമാകാൻ 13 ദിവസം ബാക്കി നിൽക്കെ 1232 മെയ് 20 ഗ്രിഗറി 9 മാർപ്പാപ്പ അദ്ദേഹത്തെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തി. അദ്ദേഹം പ്രവർത്തിച്ച അനവധിയായ അത്ഭുതങ്ങളിൽ ചിലത് ഇവിടെ പ്രതിപാദിക്കുന്നു. മത്സ്യങ്ങളോട് നടത്തിയ വചനപ്രഘോഷണം. ഒരു ദിവസം വിശുദ്ധ അന്തോണീസ് ഇറ്റലിയിലെ റിമിനി പട്ടണത്തിൽ വചനം പ്രഘോഷണം നടത്തവേ അവിടെയുള്ള ചില അവിശ്വാസികൾ അദ്ദേഹത്തെ പരിഹസിക്കുകയും അവൻ്റെ വാക്ക് കേൾക്കാൻ വിസമ്മതിക്കുകയും ചെയ്തു. അന്തോണിയോസ് അവരോട് പറഞ്ഞു, ദൈവവചനം കേൾക്കുവാൻ നിങ്ങൾ യോഗ്യരല്ലെന്ന് നിങ്ങൾ സ്വയം തെളിയിച്ചതിനാൽ ഞാൻ ഈ മത്സ്യങ്ങളോട് സംസാരിക്കും. നിങ്ങളുടെ അവിശ്വാസം ദൈവത്തിന് മുൻപിൽ നിങ്ങളെ കുറ്റം വിധിക്കട്ടെ. എന്നിട്ട് കടൽ തീരത്തേക്ക് നടന്ന് കടലിലെ മത്സ്യങ്ങളോട് ദൈവത്തിൻ്റെ കരുതലിനെ പറ്റി അദ്ദേഹം പ്രസംഗിച്ചു. അത്ഭുതകരമായി വളരെയധികം മത്സ്യങ്ങൾ കൂട്ടത്തോടെ വന്ന് ശ്രദ്ധാപൂർവം വചനം ശ്രവിക്കുവാൻ തുടങ്ങി. വിശുദ്ധ അന്തോണിയോസ് പ്രസംഗം തുടരുകയും മത്സ്യങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തു. ആശ്ചര്യഭരിതരായ കാഴ്ചക്കാർ പട്ടണത്തിൽ തിരിച്ചുപോയി അനേകരെ ഈ അത്ഭുത പ്രതിഭാസത്തിന് സാക്ഷികളാകുവാൻ കൂട്ടിക്കൊണ്ടുവന്നു. പാഷണ്ഡത ഉപേക്ഷിച്ച് സത്യദൈവത്തിങ്കിലേക്ക് തിരിയുവാൻ വിശുദ്ധ അന്തോണിയോസ് ജനങ്ങളെ ഉത്ബോധിപ്പിച്ചു. ഈ അത്ഭുതം നിമിത്തം റിമിനിയിലെ ജനങ്ങൾ പശ്ചാത്തപിച്ച് ദൈവത്തിൽ വിശ്വസിച്ചു. അലിയാർഡിനോയുടെ ഗ്ലാസ്. ഒരു ദിവസം അലിയാർഡിനോ ഡെ സാൽവത്തേര എന്നു പേരുള്ള ഒരു പ്രഭു പാദുവയിലെത്തി. അദ്ദേഹം ഒരു സഭാവിരോധിയും വിശ്വാസികളെ ഏറെ പുച്ഛത്തോടെ കണ്ടിരുന്ന വ്യക്തിയുമായിരുന്നു. ഒരു ദിവസം വിരുന്നുമേശയിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കൾ അന്തോണീസിനെ പറ്റിയും അദ്ദേഹം ചെയ്യുന്ന അത്ഭുത പ്രവർത്തികളെക്കുറിച്ചും ഉത്സാഹത്തോടെ സംസാരിച്ചു. മറുപടിയായി അലിയാർഡിനോ മേശയിൽ നിന്ന് തൻ്റെ സ്ഫടികത്തിൻ്റെ ഗ്ലാസ് കയ്യിലെടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ ഇത്ര വിശുദ്ധനെന്ന് പറയുന്ന ഈ ആൾ ഞാൻ ഈ ഗ്ലാസ് തറയിലെറിയുമ്പോൾ പൊട്ടാതെ സൂക്ഷിക്കുമെങ്കിൽ നിങ്ങൾ അവനെപ്പറ്റി പറയുന്നതെല്ലാം ഞാൻ വിശ്വസിക്കാം. എന്നിട്ട് അദ്ദേഹം ആ ഗ്ലാസ് തൻ്റെ സർവ്വശക്തിയുമെടുത്ത് തറയിലേക്ക് വലിച്ചെറിഞ്ഞു. അത്ഭുതമെന്ന് പറയട്ടെ, ഗ്ലാസ് വീണയിടം തറ പൊട്ടിയതല്ലാതെ ഗ്ലാസിന് ഒരു പോറൽ പോലും പറ്റിയില്ല. ഈ അത്ഭുത പ്രതിഭാസം കൊണ്ട് അലിയാർഡിനോയും കുടുംബവും ദൈവത്തിൽ വിശ്വസിച്ചു. അവിശ്വാസിയുടെ കഴുത. വിശുദ്ധ അന്തോണിയൂസിൻ്റെ കാലത്ത് മതവിരുദ്ധതയുടെ മറ്റൊരു നഗരമായിരുന്നു തൗലൂസ്. ഇവിടുത്തെ ആളുകളുമായി വിശുദ്ധ അന്തോണിയോസ് പലതവണ പരസ്യ സംവാദങ്ങളിൽ ഏർപ്പെട്ടു. അദ്ദേഹത്തെ ജയിക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ലെങ്കിലും ക്രിസ്തുവിൻ്റെ ദൈവത്വം സമ്മതിക്കുവാൻ അവർ തയ്യാറായില്ല. ഒരു ദിവസം അവരിൽ ഒരാൾ വിശുദ്ധ അന്തോണിയോസിനെ ഇങ്ങനെ വെല്ലുവിളിച്ചു, ക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തിന് മുമ്പിൽ എൻ്റെ കോവർ കഴുതയെ നമസ്കരിപ്പിക്കുവാൻ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഞാൻ വിശ്വസിക്കാം. ദൈവത്തെ പരീക്ഷിക്കുവാൻ വിശുദ്ധ അന്തോണിയോസ് ആഗ്രഹിച്ചില്ല. എന്നാലും ഈ വെല്ലുവിളി ഏറ്റെടുക്കാതിരിക്കുവാൻ വിശുദ്ധന് ഒരു വഴിയുമില്ലായിരുന്നു. അതിനാൽ ഒരു ദിവസം തീരുമാനിച്ച് സമ്മതം അറിയിക്കുകയും ചെയ്തു. കഴുതയുടെ ഉടമയാകട്ടെ 3 ദിവസം കഴുതയെ പട്ടിണിക്കിട്ടു. 3-ാം ദിവസം നഗരമധ്യത്തിൽ ജനങ്ങൾ തടിച്ചുകൂടി. വിശുദ്ധ അന്തോണിയോസ് അവിടെയുള്ള ഒരു ചാപ്പലിൽ വിശുദ്ധ കുർബാന അർപ്പിച്ച്
തിരുവോസ്തിയുമായി ഇറങ്ങി വന്നു. കഴുതയുടെ ഉടമ അതിനുള്ള തീറ്റ ഒരു സ്ഥലത്ത് വെച്ചിട്ട് കഴുതയെ അഴിച്ചുവിടുകയും ചെയ്തു. വിശന്നു വലഞ്ഞ കഴുത തീറ്റയുടെ അടുത്തേക്ക് പാഞ്ഞു. അപ്പോൾ വിശുദ്ധ അന്തോണിയോസ് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു: കോവർ കഴുതയെ, ഇവിടെ വന്ന് നിന്റെ സ്രഷ്ടാവിനെ ബഹുമാനിക്കുക. തീറ്റയ്ക്ക് വേണ്ടി പാഞ്ഞ കഴുത വിശുദ്ധ അന്തോണിയോസിൻ്റെ വാക്കുകൾ കേട്ട് തിരിഞ്ഞു വന്ന് കാലുകൾ മടക്കി തല കുനിച്ച് പരിശുദ്ധ കുർബാനയെ വണങ്ങി. കഴുതയുടെ ഉടമയും തൗലൂസ് നഗരത്തിലെ ജനങ്ങളും സഭയുമായി അനുരഞ്ജനപ്പെടുവാൻ ഈ സംഭവം ഇടയാക്കി. അറ്റുപോയ കാൽപാദം സുഖപ്പെടുത്തുന്നു. വിശുദ്ധന്റെ ജീവിതകാലത്ത് സംഭവിച്ച അത്ഭുതങ്ങളിൽ പലതും രസകരവും എന്നാൽ ആഴത്തിൽ ചിന്തിപ്പിക്കുന്നതുമായിരുന്നു. ഒരിക്കൽ ലിയനാർഡോ എന്ന യുവാവ് അന്തോണീസിന്റെ പ്രസംഗം കേട്ട് മാനസാന്തരപ്പെട്ട് കുമ്പസാരിക്കുന്നതിനായി അദ്ദേഹത്തിന്റെ അടുക്കൽ വന്നു. തൻ്റെ പലവിധമായ പാപങ്ങൾ ഏറ്റുപറയുന്നതിനിടെ അയാൾ തൻ്റെ അമ്മയെ അടിക്കുകയും ചവിട്ടുകയും ചെയ്തതായി പറഞ്ഞു. പാപമോചനം കൊടുക്കുന്ന അവസരത്തിൽ അപ്പനെയോ അമ്മയെയോ ചവിട്ടുന്നവർ സ്വന്തം കാൽപാദം മുറിച്ചു കളയുകയാണ് അതിനുള്ള പരിഹാരം എന്ന് അന്തോണീസ് പറഞ്ഞു. എന്നാൽ അത് അക്ഷരാർത്ഥത്തിൽ എടുക്കാനായിരുന്നില്ല അദ്ദേഹം ഉദ്ദേശിച്ചത്. ലിയനാർഡോ വീട്ടിൽ വന്ന് അന്തോണീസ് ഉപദേശിച്ച പ്രകാരം അമ്മയോട് മാപ്പ് പറഞ്ഞു. പിന്നെ കുറ്റബോധം താങ്ങാനാവാതെ ഒരു കോടാലിയെടുത്ത് തൻ്റെ കാൽപാദം മുറിച്ചു മാറ്റി. ഈ വാർത്ത അറിഞ്ഞ ഉടനെ അന്തോണീസ് അവൻ്റെ വീട്ടിലെത്തി മുറിഞ്ഞ കാൽപാദം ചേർത്ത് വെച്ച് കുരിശു വരച്ച് ദൈവിക സൗഖ്യത്തിനായി പ്രാർത്ഥിച്ചു. അത്ഭുതകരമായി കാൽ പഴയപടിയായി. യുവാവ് ചാടി എഴുന്നേറ്റ് ദൈവത്തെ സ്തുതിക്കുകയും അന്തോണീസിന് നന്ദി പറയുകയും ചെയ്തു. ഈ അത്ഭുതം നിമിത്തം ആതുര സേവകരുടെ വിശുദ്ധൻ എന്ന പേരിലും ലോകം അന്തോണീസിനെ ആദരിക്കുന്നു. മുങ്ങി മരിച്ച കുട്ടി ജീവിക്കുന്നു. ഒരിക്കൽ പരീസിയോ എന്ന പേരുള്ള ഒരു കുട്ടി തൻ്റെ സുഹൃത്തുക്കളോടൊപ്പം മാതാപിതാക്കളോട് പറയാതെ ഒരു ബോട്ട് യാത്രയ്ക്ക് തിരിച്ചു. അപ്രതീക്ഷിതമായി കടൽക്ഷോഭമുണ്ടാവുകയും ബോട്ട് മറിയുകയും ചെയ്തു. കൂടെ ഉണ്ടായിരുന്നവർ പരീസിയോയേക്കാൾ കൂടുതൽ മുതിർന്നവരായിരുന്നതിനാലും അവർക്ക് നീന്തൽ വശമായിരുന്നതിനാലും അവർ രക്ഷപ്പെട്ടു. എന്നാൽ പരീസിയോ മുങ്ങിപ്പോയി. അവൻ്റെ അമ്മയുടെ അപേക്ഷ പ്രകാരം നാവികർ വലയിട്ട് അവൻ്റെ ജീവനറ്റ ശരീരം കരയ്ക്കു കയറ്റി വീട്ടുകാർക്ക് കൊടുത്തു. അടുത്ത ദിവസം വീട്ടുകാർ അവനെ സംസ്കരിക്കുവാൻ ഒരുങ്ങിയപ്പോഴും അവൻ്റെ അമ്മ അവനെ വിട്ടുകൊടുത്തില്ല. അവൻ്റെ അമ്മ ഇങ്ങനെ പറഞ്ഞു: ഇവൻ ജീവനിലേക്ക് തിരിച്ചു വന്നാൽ ഇവനെ ഞാൻ ഫ്രാൻസിസ്കൻ സഭയ്ക്ക് സമർപ്പിക്കാം. അവർ വിശുദ്ധ അന്തോണിയോസിനോട് ഇപ്രകാരം പറയുകയും വിശുദ്ധ അന്തോണിയോസിനോട് ചേർന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇരിക്കുകയും ചെയ്തു. 3-ാം ദിവസം തൻ്റെ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളുടെയും മുമ്പിൽ വെച്ച് ഒരു ദീർഘമായ ഉറക്കത്തിൽ നിന്ന പോലെ പരീസിയോ എഴുന്നേറ്റു വന്നു. തൻ്റെ അമ്മയുടെ ആഗ്രഹപ്രകാരം ഫ്രാൻസിസ്കൻ സഭയിൽ ചേരുകയും വിശുദ്ധ അന്തോണിയോസിൻ്റെ മധ്യസ്ഥ പ്രാർത്ഥനയിലൂടെ അത്ഭുതകരമായി താൻ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു എന്ന സംഭവം തൻ്റെ സഭാ സഹോദരങ്ങളോട് എപ്പോഴും പങ്കുവെക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ടോമിയും വിശുദ്ധ അന്തോണീസിൻ്റെ നേർച്ച ബ്രെഡും. 20 മാസം മാത്രം പ്രായമുള്ള ടോമി അടുക്കളയിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ അബദ്ധവശാൽ തിളച്ച വെള്ളത്തിൽ വീണു. അവൻ്റെ അമ്മ അറിഞ്ഞ് ഓടി വന്നെടുക്കുമ്പോഴേക്കും അവൻ മരിച്ചു കഴിഞ്ഞിരുന്നു. അവർ ഉറക്കെ നിലവിളിച്ചപ്പോൾ നാട്ടുകാരും വീടിനടുത്തുള്ള ബസിലിക്കയിൽ നിന്ന് ചില സന്യാസിമാരും ഓടി വന്നു. സന്യാസിമാരെ കണ്ടപ്പോൾ അത്ഭുത പ്രവർത്തകനായ അന്തോണീസിനെ ആ അമ്മയ്ക്ക് ഓർമ്മ വന്നു. തൻ്റെ കുഞ്ഞിനെ രക്ഷിച്ചാൽ അവൻ്റെ തൂക്കത്തിന് തുല്യം ബ്രെഡ് പാവങ്ങൾക്ക് വിതരണം ചെയ്യാമെന്ന് പറഞ്ഞ് അവർ അന്തോണീസ് വഴി ഉറക്കെ കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു സുഖനിദ്രയിൽ നിന്ന് ഉണർന്നതുപോലെ കുഞ്ഞു ജീവനിലേക്ക് തിരിച്ചു വന്നു. വിശുദ്ധ അന്തോണീസിൻ്റെ മധ്യസ്ഥതയുടെ ഉപകാരസ്മരണയായി പാവങ്ങൾക്ക് ബൻ അഥവാ ബ്രെഡ് കൊടുക്കുക ഈ അത്ഭുത സംഭവവുമായി ബന്ധപ്പെട്ടതാണ്. യുറേലിയ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നു. ഒരിക്കൽ യുറേലിയ എന്ന പേരുള്ള ഒരു ചെറിയ പെൺകുട്ടി തൻ്റെ അമ്മയോടൊപ്പം
ദൂരത്തുള്ള ഒരു ബന്ധുവിനെ സന്ദർശിക്കുവാൻ പോയി. അദ്ദേഹത്തിൻ്റെ വീടിനു വെളിയിൽ വിറക് ശേഖരിക്കവേ എങ്ങനെയോ അവൾ ചേറുള്ള ഒരു കുളത്തിൽ വീണു. അവളുടെ അമ്മ അവളെ കണ്ടെത്തിയപ്പോഴേക്കും വളരെയധികം താമസിച്ചു കഴിഞ്ഞിരുന്നു. ഓടിക്കൂടിയ വീട്ടുകാരുടെയും നാട്ടുകാരുടെയും നടുവിൽ നിന്ന്, അന്തോണീസെ, ക്രിസ്തുവിനോട് പ്രാർത്ഥിച്ച് എൻ്റെ മകളുടെ ജീവൻ തിരിച്ചു തരണമേ എന്ന് ഉറക്കെ കരഞ്ഞ് ആ സ്ത്രീ പ്രാർത്ഥിച്ചു. പതുക്കെ യുറീലിയയുടെ ചുണ്ടുകൾ വിറയ്ക്കുവാനും അവൾ കുടിച്ച വെള്ളം ഛർദ്ദിച്ചു കളയുവാനും തുടങ്ങി. പതുക്കെ പതുക്കെ അവളുടെ ശരീരത്തിൽ ചൂട് വ്യാപിച്ചു. അങ്ങനെ വിശുദ്ധ അന്തോണീസിൻ്റെ പ്രാർത്ഥനയാൽ യുറീലിയ ജീവിതത്തിലേക്കും ജീവനിലേക്കും തിരികെ വന്നു. മരിച്ച മനുഷ്യൻ സംസാരിക്കുന്നു. ഒന്നിലധികം സ്ഥലങ്ങളിൽ ഒരേ സമയത്ത് പ്രത്യക്ഷപ്പെടാനുള്ള അന്തോണീസിന്റെ അത്ഭുത കഴിവ് പ്രശസ്തമാണല്ലോ. ഒരിക്കൽ ലിസ്ബണിൽ 2 അയൽക്കാർ തമ്മിൽ വഴക്കുണ്ടായി. ഒരാൾ തന്റെ ശത്രുവിനെ കുത്തിക്കൊന്ന് ശരീരം അന്തോണീസിന്റെ പിതാവിന്റെ തോട്ടത്തിൽ മറവ് ചെയ്തു. കേസ് കോടതിയിലെത്തിയപ്പോൾ അന്തോണീസിന്റെ പിതാവിന് തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ യാതൊരു മാർഗവുമില്ലായിരുന്നു. ഈ സമയത്ത് പാതുവായിൽ ഒരു പ്രഭാഷണ വേദിയിലായിരുന്ന അന്തോണീസിന് ദൈവിക ശക്തിയാൽ തന്റെ പിതാവിന്റെ അവസ്ഥ അറിയാൻ കഴിഞ്ഞു. അദ്ദേഹം ധ്യാനാത്മകനായി കുറച്ചു സമയം വേദിയിൽ നിന്നു. അതേസമയം അദ്ദേഹം കോടതിയിൽ പ്രത്യക്ഷപ്പെടുകയും മരിച്ച മനുഷ്യന്റെ ശരീരം തൽക്ഷണം കോടതിയിലെത്തിക്കുവാൻ ആവശ്യപ്പെടുകയും ചെയ്തു. അന്തോണീസ് ആ ജഡത്തോട് തന്നെ കൊന്നവന്റെ പേര് വെളിപ്പെടുത്തുവാൻ ആജ്ഞാപിച്ചു. ഉടനെ മരിച്ചവൻ എഴുന്നേറ്റ് അയാളെ കൊന്നവന്റെ പേര് പറഞ്ഞു. അന്തോണീസിന് നേരെ തിരിഞ്ഞ് തന്റെ പാപങ്ങൾക്ക് മാപ്പപേക്ഷിച്ച ശേഷം വീണ്ടും മരിച്ചു. സത്യം തിരിച്ചറിഞ്ഞ കോടതി അന്തോണീസിന്റെ പിതാവിന്റെ നിരപരാധിത്വം അംഗീകരിച്ചു. ഇവിടെ പാതുവായിൽ അല്പനേര ധ്യാനത്തിൽ നിന്നുണർന്ന അന്തോണീസ് തന്റെ പ്രഭാഷണം തുടരുകയും ചെയ്തു. പിശുക്കനായ വ്യക്തിയുടെ ഹൃദയം. ഒരിക്കൽ ടസ്കനി എന്ന നഗരത്തിൽ ഒരു പിശുക്കൻ്റെ ശവസംസ്കാരം അത്യാഡംബരങ്ങളോടുകൂടി അയാൾ തന്നെ പണികഴിപ്പിച്ച സ്ഥലത്ത് നടത്തുവാൻ തയ്യാറെടുക്കുകയായിരുന്നു. അവിടെ ഉണ്ടായിരുന്ന വിശുദ്ധ അന്തോണിയോസ് ഇപ്രകാരം പറഞ്ഞു: പാവങ്ങളെ ഉപദ്രവിക്കുകയും ചൂഷണം ചെയ്യുകയും ചെയ്ത ഒരാൾ ഇത്തരത്തിലുള്ള ഒരു ആദരവ് അർഹിക്കുന്നില്ല. തന്നെയുമല്ല, നിന്റെ നിക്ഷേപം എവിടെയായിരിക്കുന്നുവോ അവിടെയാണ് നിന്റെ ഹൃദയവും എന്ന ദൈവവചനം ഓർമ്മിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഇയാളുടെ ശരീരത്തിൽ ഇയാളുടെ ഹൃദയമില്ല, അത് അയാളുടെ പണപ്പെട്ടിയിലാണ്. ഇത് കേട്ട ജനങ്ങൾ ഒരു വൈദ്യനെ വിളിച്ചു വരുത്തി അയാളുടെ നെഞ്ചു പിളർന്ന് നോക്കിയപ്പോൾ ശരിക്കും ശരീരത്തിൽ ഹൃദയമില്ലായിരുന്നു. പിന്നീട് അയാളുടെ വീട്ടുകാർ അയാളുടെ പണപ്പെട്ടിയിൽ നിന്ന് അത് കണ്ടെത്തി. ബഹുമതിയോടുകൂടി അടക്കം നടത്തേണ്ടതിന് പകരം നദീതീരത്തുള്ള ഒരു ഗുഹയിലാണ് ആ മൃതശരീരം അടക്കം ചെയ്തത് എന്ന് പറയപ്പെടുന്നു. ക്രൂരനായ ഭർത്താവ്. ഈ അത്ഭുതം നടക്കുന്നതും ഇറ്റലിയിലെ ടസ്കനി നഗരത്തിലാണ്. ഈ നഗരത്തിൽ നല്ലവനും മഹാധനികനുമായ ഒരു പ്രഭു ജീവിച്ചിരുന്നു. എന്നാൽ അദ്ദേഹം ഇടയ്ക്കിടെ അനിയന്ത്രിതമായ കോപത്തിന് അടിമയാകുമായിരുന്നു. ഒരിക്കൽ അദ്ദേഹം തൻ്റെ നല്ലവളായ ഭാര്യയെ കോപാവേശം മൂലം അത്യധികം ശാരീരികമായി ഉപദ്രവിച്ചു. മുടിയിൽ പിടിച്ച് വീട് മുഴുവൻ വലിച്ചിഴയ്ക്കുകയും അവസാനം കുത്തി മുറിവേൽപ്പിച്ച് അസ്തപ്രജ്ഞയാക്കുകയും ചെയ്തു. പരിചാരകർ അവളെ അവളുടെ കട്ടിലിൽ എടുത്ത് കിടത്തി. കോപം അല്പം ശമിച്ചപ്പോൾ പ്രഭു തൻ്റെ പ്രവൃത്തിയിൽ ഖേദിക്കുകയും അന്തോണീസിന്റെ അടുക്കലേക്ക് ഓടി തൻ്റെ ഭാര്യയുടെ ജീവൻ രക്ഷിക്കണേ എന്ന് കണ്ണുനീരോടുകൂടി അപേക്ഷിക്കുകയും ചെയ്തു. ഭർത്താവിനൊപ്പം വീട്ടിലെത്തിയ അന്തോണീസ് അവളുടെ കിടക്കക്കരികിൽ മുട്ടുകുത്തി തീവ്രമായി പ്രാർത്ഥിച്ചു. തൽക്ഷണം യുവതി ആരോഗ്യവതിയായി പൂർവ്വസ്ഥിതി പ്രാപിക്കുകയും ചെയ്തു. നവജാത ശിശു സംസാരിക്കുന്നു. സംശയത്തിന് യാതൊരു കാരണവുമില്ലാതിരുന്നിട്ടും അസൂയാലുവായ ഭർത്താവ് തൻ്റെ ഭാര്യയുടെ ചാരിത്രത്തെ സംശയിക്കുന്നു. തൻ്റെ ആദ്യത്തെ കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് അയാളുടെ സംശയം മൂർധന്യാവസ്ഥയിലെത്തി. അയാൾ തൻ്റെ കുഞ്ഞിനെ സ്വന്തം കുഞ്ഞായി കാണുവാൻ വിസമ്മതിക്കുന്നു. ഭാര്യ തൻ്റെ വിശ്വസ്തത എത്ര തന്നെ ബോധിപ്പിച്ചിട്ടും അയാൾ മനസ്സിലാക്കുവാൻ തയ്യാറായില്ല. സഹായത്തിനായി അവർ വിശുദ്ധ അന്തോണീസിനെ സമീപിച്ചു.
മണിക്കൂറുകളോളം നീണ്ട പ്രയത്നത്തിന് ശേഷം അയാൾ കുറച്ചൊക്കെ സമ്മതിച്ചെങ്കിലും കുഞ്ഞിനെ കണ്ട മാത്രയിൽ അയാൾ തൻ്റെ പൂർവ്വ നിലപാടിലേക്ക് തിരിച്ചു. അരികെ ഉണ്ടായിരുന്ന അന്തോണീസ് കുഞ്ഞിനോടായി പറഞ്ഞു, ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ ആജ്ഞാപിക്കുന്നു, നീ തന്നെ പറയൂ നിന്റെ പിതാവ് ആരാണെന്ന്. അവിടെ നിന്ന സകലരെയും ആശ്ചര്യഭരിതരാക്കിക്കൊണ്ട് ആ കുഞ്ഞ് തൻ്റെ പിതാവിനെ ചൂണ്ടി അവനേക്കാൾ വളരെ പ്രായമുള്ള ശബ്ദത്തിൽ, ഇതാണ് എൻ്റെ അപ്പൻ എന്ന് പറഞ്ഞു. അങ്ങനെ വിശുദ്ധ അന്തോണിയോസ് തൻ്റെ ക്രിസ്തുവിലുള്ള വിശ്വാസവും മാധ്യസ്ഥ പ്രാർത്ഥനയും വഴി ഒരു ഭാര്യയുടെ മാനത്തെയും ഒരു കുടുംബത്തിൻ്റെ സ്വസ്ഥതയും വീണ്ടെടുത്തു. സ്നേഹമുള്ളവരെ, ക്രിസ്തുവിനെ പ്രതി ജീവിക്കുകയും ക്രിസ്തുവിനായി തൻ്റെ ജീവിതത്തെ മാറ്റിവെക്കുകയും തൻ്റെ ജീവിതത്തിലൂടെ അനേകം പേരെ ക്രിസ്തുവിലേക്ക് ആകർഷിക്കുകയും ചെയ്ത വിശുദ്ധ അന്തോണിയോസിനെ പോലെ നമ്മുടെ ജീവിതവും കൂടുതൽ വിശുദ്ധിയോടെ കാത്തു സൂക്ഷിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. വിശുദ്ധ അന്തോണിയോസിൻ്റെ തിരുനാൾ ദിനങ്ങളിൽ നാം ആയിരിക്കുമ്പോൾ ദൈവം ആ വിശുദ്ധനിലൂടെ പ്രവർത്തിച്ച അത്ഭുതങ്ങൾ അനേകം പേർ ദൈവത്തിലേക്ക് കടന്നു വരുവാൻ ഇടയായി. വിശ്വാസത്തിൻ്റെ വാതിലുകൾ തുറന്നുകൊണ്ട് ഈ വിശുദ്ധൻ അനേകം പേരുടെ ജീവിതങ്ങളിലേക്ക് കടന്നു ചെന്നു. ആ വിശുദ്ധനെ പോലെ, വിശുദ്ധ അന്തോണിയോസിനെ പോലെ കൂടുതൽ വിശുദ്ധിയിൽ വളരുവാനും ദൈവവചനത്തിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തെ മുന്നോട്ട് നയിക്കുവാനും നമുക്ക് ഏവർക്കും സാധിക്കട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വലിയ അഭിഷേകവും വലിയ താങ്ങും നമ്മുടെ ജീവിതങ്ങളിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ അന്തോണിയോസെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ.